പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ടക്കൈലം വാങ്ങിച്ച തോളി വേഗം വേദനകൾ മാറും കേട്ടോളി. അസ്സലാമു അലൈക്കും. എന്തിപ്പോൾ നടന്നത്? ഒരു ചെങ്ങായി ഒരു തോപ്പൊക്കെ ഇട്ടിക്കണോ, കുറേ മൈലിയാക്കന്മാർ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് പിരാന്തളയിക്കുകയാണ്. പിരാന്ത് എന്ന് പറഞ്ഞാലും പോരാ, മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു പിരാന്താണ് അയാൾക്ക് ഇളകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇന്ന് കുറച്ച് ഈ ഒരു കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് കണ്ടുവെക്കും. നായി കടിച്ചിക്കാണ് തോന്നുന്നുണ്ട്. പേളകിയ പോലെയൊക്കെയാണ് കാട്ടുന്നത്. ഇതുപോലെയുള്ള ആളുകള് ഇത് ഈ ഉമ്മത്തിനെ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ആളുകൾ, ഇതുപോലെ ജാറത്ത് പോയിട്ട് പേളകുന്നതും അതുപോലെ നേരത്തെ തുള്ളിച്ചാടുന്നതും ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിശ്വാസക്കാരായി വൈകൃതം പിടിച്ച വിശ്വാസമായിട്ട് നടക്കുന്ന ആളുകളാണ് ഇസ്ലാം എന്താണ് എന്നറിയാതെ ആളുകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തക്കാരായ മൊയ്ലിയാക്കന്മാർ നടത്തുന്ന വിവരദോഷത്തിലേക്കും വിവരക്കേട്ടിലേക്കും പോയിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെടേണ്ടി വരും, നിങ്ങളുടെ ആഖിറം കളഞ്ഞു കുളിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു തൗഹീദി പ്രഭാഷണത്തിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ മറക്കാതെ വെക്കുക. ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയതൊക്കെ സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലി തരുന്ന ബന്ധം സങ്കല്പിച്ചു നോക്കുക. കുത്തുബൈത്ത് ചൊല്ലിയാൽ കൂലിട്ടും, മൊഹീദിമാരെ ചൊല്ലിയാൽ കൂലിട്ടും, ഈ പാട്ടും ബൈത്തിനെ കൂലിട്ടും, ഹദ്ദാദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്കപ്പെടുന്നത് മനസ്സ് സങ്കല്പിക്കാം. എങ്കിൽ എന്താ സംഭവിക്കാം? എല്ലാ ദിവസവും ഇസാ മഗ്‌രിബിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇശാക്ക് ശേഷമോ ഒക്കെ നമ്മളെ മിക്കവാറും പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടല്ലോ. ആരുണ്ടാക്കിയ ഹദ്ദാദ്? 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളുണ്ടാക്കിയതാണ്. അതിപ്പോ എല്ലാവരും സമ്മതിക്കും, തർക്കമൊന്നുമില്ല. ഒരു ഹദ്ദാദിനെ പോയിട്ട് ഉസ്താദെ ഈ ഹദ്ദാദ് ആരുണ്ടാക്കിയെന്ന് ചോദിക്കാം. റസൂൽ ഉണ്ടാക്കിയ സഹാബികളൊക്കെ പട ചൊല്ലിന്ന് ഒരു ഉസ്താദും പറയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി. ആ ചോദിക്കുമ്പോ ഉസ്താദ് മൊത്തം എന്താണ് എനിക്ക് വഹാബിക്കണോ കൊടുത്താലും പേടില്ല. നിങ്ങൾ ചോദിക്കാം, ഉസ്താദ് റസൂലും സഹാബികളും ചൊല്ലിയതാണോ ഹദ്ദാദ്? വേറെ ഒന്നും വേണ്ട, എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നിലർത്തിക്കൊണ്ട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചോദിക്കാം. ഉസ്താദ് റസൂലിന്റെ കാലത്ത് ഏശാ മഗ്‌രിബിന്റെ ഇടയിലാണോ ഏശാക്ക് ശേഷമാണോ ഹദ്ദാദ് ചോദിക്കുക. ഒന്നില്ല, നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ്. അപ്പൊ ഉസ്താദ് മണ്ടമ്മ ചോദിച്ചപ്പോ എടാ അന്നതൊന്നുമില്ല. പിന്നെ എന്നെ ഉസ്താദ് ഉണ്ടായി? ഇതൊരു 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്നാൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഹദ്ദാദ് പേര് തന്നെ ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. അല്ലാഹു റസൂൽ വഫാത്തായി പോയിട്ട് 1400 കൊല്ലം അയ്യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയിട്ട് 1400 ചില്ലാനം കൊല്ലങ്ങളായി. ഇപ്പൊ ഹിജ്റ 1439 നമ്മൾ നിൽക്കുന്നത്. ആയത്തിറങ്ങിയത് ഹിജ്റ 10-ാം കൊല്ലം. അപ്പൊ 1429 കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട്. ദീന് പൂർത്തിയാക്കിയ ആയത്ത് ഇറങ്ങിയിട്ട് 1429 കൊല്ലം. ഹദ്ദാദ് ഉണ്ടായിട്ട് 600 കൊല്ലം. അപ്പൊ ആയത്തിറങ്ങിയ കാലം മുതൽ 829 കൊല്ലത്തെ മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ലോകത്തെവിടെയും ഹദ്ദാദ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഹദ്ദാദ് തുടങ്ങി. നമ്മൾ പറയാ നമ്മൾ പഴയതാണ്, നമ്മൾ പാരമ്പര്യമാണ്, മറ്റൊക്കെ പുത്തമ്പാതിയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കൂലി കിട്ടും സങ്കല്പിക്കാം. നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹാബികൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക. എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ മഹ്ശറിലേക്ക് വരുമ്പോ നമ്മളെ നന്മയുടെ ഏട് തരുമ്പോ നമ്മളെ ഏട് എന്തൊക്കെ ഉണ്ടാകാം? ഒരു 100 കുത്തുബിയത്ത്,
ഒരു 10,000 ഹദ്ദാദ്, കുറെ നാരിയ സലാത്ത്, കുറെ ബദർ ബൈത്ത്, കുറെ മൊഹീദ്ദീമാല, കുറെ മൗലൂദ്, കുറെ നബിദിനാഘോഷം, കുറെ ജാറത്തങ്ങ് പോയത്, നാച്ചപ്പെട്ടി പൈസ ഇട്ടത്, ഇതൊക്കെ നമ്മുടെ നന്മയുടെ തുലാസിലുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അതുണ്ട്. സഹാബികളെ കിതാബ് കൊടുക്കുമ്പോഴോ ഉമർ ഖത്താബിന്റെ ഏടിൽ എത്ര ഹദ്ദാദ് ഉണ്ടാകും? ഉമർ ഖത്താബിന് കിട്ടുന്ന ഏടില് ഹദ്ദാദ് ഉണ്ടാവില്ല, കുത്തുബൈത്ത് ഉണ്ടാവില്ല, റാത്തീബ് ഉണ്ടാവില്ല, സലാത്ത് നാരിയ എന്ന നാരിയ സലാത്ത് ഉണ്ടാവില്ല. ആ നിരക്കുള്ള പലതും കാണൂല. ഉമർ ഖത്താബ് നബി വിളിച്ചു, എന്താ നബിയെ ഓല ഏടിൽ വേറെ കുറെ കാണുന്നു? അത് ഹദ്ദാദു റാത്തീബൊക്കെ, ഹദ്ദാദു റാത്തീബ് എന്താ? അതൊക്കെ ഓല് പിന്നെ ഓരോരുത്തരുണ്ടാക്കിയിട്ട് ഓല് കുറെ ചൊല്ലി തീർത്ത് അതിനൊക്കെ കൂലുണ്ട്. ഉമർ ഖത്താബ് വിടോ, എന്താ നബി നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചിട്ടേക്കൂലേ? ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു ദീനൊക്കെ പൂർത്തിയാക്കി, ഇഞ്ഞൊന്നുമില്ല, കൂട്ടാനും പോടാ കുറക്കാനും പോടാ, ഇതനുസരിച്ച് ചെയ്ത് അങ്ങനെ സ്വർഗം കിട്ടും ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പോയിട്ട് ഇപ്പൊ കണ്ടോ അവിടെ നിങ്ങൾ കിനാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക, അതുണ്ടാക്കിക്കോ, ഇതുണ്ടാക്കിക്കോ, അങ്ങനെ ചെല്ലിക്കോ, ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് ഓരൊക്കെ പട ചെല്ലിപ്പ കണ്ട ഓരോ ഞങ്ങളെക്കാളും മേലെത്തി എന്ന് പറയില്ലേ? ഇതുണ്ടാവോ? അങ്ങനെ സാഹചര്യം ഉണ്ടാവോ സഹോദരന്മാരെ? ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ സംഭവിക്കാം. കൂലി കിട്ടൂലെങ്കിലോ എന്തിനാ ഏർപ്പാട്? അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും സഹാബത്തൊക്കെ ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ട്, റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്, കുത്തുബിയത്ത് കഴിച്ചിട്ടുണ്ട്, നേർച്ച ഈ വക നേർച്ചപ്പെട്ടേക്ക് പണം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒന്നില്ല. ഇനി നമുക്ക് ആലോചിക്കാൻ മാണവമാണ്, എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്കത് മതി, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മാത്രം. സഹോദരന്മാരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലയിടത്തും ചരിത്രത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു.